ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 177 മാധു ഇങ്ങ് വന്നുകൊള്ളും. ഭാഗം 177 മാധു ഇങ്ങ് വന്നുകൊള്ളും ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ ഗുരുദേവൻ തമിഴ്നാട്ടിലെ സഞ്ചാരം കഴിഞ്ഞ് തീവണ്ടിയിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. അന്ന് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് ചാക്കയിലായിരുന്നു. അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ഗുരുദേവൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഗുരുവിന് വിശ്രമിക്കുന്നതിനായി ഒരു ഉദ്യോഗസ്ഥൻ വേഗം പോയി ആഫീസിൽ നിന്നും ഒരു കസേര എടുത്തു കൊണ്ടുവന്നു. ഗുരുദേവൻ ആ കസേരയിൽ ഇരുന്ന് വിശ്രമിച്ചു. അപ്പോഴേക്കും ഒരു ശിഷ്യൻ പേട്ടയിലെ മാധു കുത്തകക്കാരൻ്റെ പുളിമൂട് വീട്ടിലെത്തി ഗുരുദേവൻ അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. ഗൃഹസ്ഥനായ മാധു കുത്തകക്കാരൻ അപ്പോൾ നാഗർകോവിലിൽ പോയിരിക്കുകയായിരുന്നു. മടങ്ങിയെത്താൻ വൈകുമെന്ന് കുടുംബത്തിൽ അറിയിച്ചിട്ടാണ് അദ്ദേഹം പോയിരുന്നത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ മകൻ എം കരുണാകരൻ ഉടനെ ഒരു കാറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാർ വന്നിട്ടുണ്ടെന്ന് ശിഷ്യൻ അറിയിച്ചപ്പോൾ ഗുരുദേവൻ വന്ന് ആ കാറിൽ കയറി ഇരുന്നു. എന്നിട്ട് ശിഷ്യനോടായി ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ശിഷ്യൻ, പേട്ടയിലെ പുളിമൂട് വീട്ടിലേക്ക്. ഗുരുദേവൻ, ഒരു വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോകുന്നത് ശരിയാണോ? അത് കേട്ട് കരുണാകരൻ പെട്ടെന്ന് കാർ നിർത്തി ഗുരുദേവനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൃപ്പാദങ്ങളെ പുളിമൂട്ടിലേക്ക് ക്ഷണിക്കുവാനാണ് വന്നത്. അല്പസമയത്തിനുള്ളിൽ കാർ പുളിമൂട് വീട്ടിലെത്തി. ഗുരുദേവൻ ഇറങ്ങി പൂമുഖത്തിട്ടിരുന്ന ഒരു കസേരയിലിരുന്നു. കരുണാകരൻ, അച്ഛൻ നാഗർകോവിലിൽ പോയിരിക്കുകയാണ്, വരാൻ കുറച്ചു വൈകും. ഗുരുദേവൻ, ഉടമസ്ഥനില്ലാത്ത വീട്ടിൽ താമസിക്കുന്നത് ഉചിതമാണോ? കരുണാകരൻ, ഞാൻ ഉടനെ നാഗർകോവിലിൽ പോയി അച്ഛനെയും കൂട്ടി വരാം. ഗുരുദേവൻ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, മാധു ഇങ്ങ് വന്നുകൊള്ളും. കരുണാകരൻ ഗുരുദേവൻ പറഞ്ഞത് കേൾക്കാതെ ഉടൻ തന്നെ നാഗർകോവിലിലേക്ക് പോകാനിറങ്ങി. കുറച്ചുനേരം കാത്തു നിന്നപ്പോൾ 8 പേർക്ക് കയറാവുന്ന ഒരു വണ്ടി കിട്ടി. എന്നാൽ അത് കരമന കഴിഞ്ഞ ഉടനെ കേടായി. യാത്ര പുറപ്പെടാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ യാത്രക്കാരെല്ലാം വണ്ടിയിൽ നിന്നിറങ്ങി വീണ്ടും അടുത്ത വണ്ടിയും കാത്ത് നിൽപ്പായി. കുറേ നേരം നിന്നിട്ടും നാഗർകോവിലേക്കുള്ള വണ്ടികളൊന്നും വന്നില്ല. വീട്ടിൽ അച്ഛനില്ലാത്ത നേരത്ത് താൻ കൂടി ഇല്ലാതെ ഇരുന്നാൽ ഗുരുദേവൻ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ കരുണാകരന് പ്രയാസമായി. ഉടനെ അയാൾ നേരെ വീട്ടിലേക്ക് തന്നെ വേഗത്തിൽ മടങ്ങി. പടിക്കലെത്തിയപ്പോൾ കരുണാകരൻ വീടിൻ്റെ പൂമുഖത്തേക്ക് നോക്കി ഷോക്കേറ്റതുപോലെ നിന്നു. ഗുരുദേവൻ്റെ സംഭാഷണം കേട്ടുകൊണ്ട് തൻ്റെ അച്ഛൻ മാധു കുത്തകക്കാരൻ അടുത്തു നിൽക്കുന്നതാണ് കരുണാകരൻ കണ്ടത്. ഗുരുദേവൻ ഒന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ ഫലിക്കുമെന്ന് പലരും പറഞ്ഞത് കരുണാകരനും അന്ന് ബോധ്യമായി. അവികലാനന്ദമീ മന്നിനെന്നും അരുളുവാനാദർശധീരനായി അവതാരമാർന്ന പരമ്പൊരുളേ മമ ഗുരു നിന്നെ ഞാൻ കുമ്പിടുന്നേൻ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 177 മാധു ഇങ്ങ് വന്നുകൊള്ളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.